ഓക്കെ, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഒരു ഫംഗ്ഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന പരിപാടി ലാപ്ലേസിൽ. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഫോറിയർ ട്രാൻസ്ഫോമാണ് പഠിക്കുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാനുണ്ട്. പക്ഷേ ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽസ് പഠിക്കും. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് സത്യത്തിൽ മെയിൻലി ഫോറിയർ ഇൻ്റഗ്രൽസും ഫോറിയർ ട്രാൻസ്ഫോമുമാണ്. രണ്ട് ഭാഗം. ഫോറിയർ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ പഠിക്കണം, ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കണം. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് പഠിച്ചില്ലെങ്കിൽ ഫോർമുലയിൽ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഫോറിയർ ട്രാൻസ്ഫോമിൽ തന്നെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഉണ്ട്, ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഉണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൽ സത്യത്തിൽ ഫോർമുല പഠിച്ചാൽ മാത്രം മതി. ബാക്കി കിട്ടുന്ന പ്രോബ്ലം ജസ്റ്റ് ഇട്ട് കൊടുക്കുക. പഴയ ലാപ്ലേസിലെ പോലെ നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട, കുറച്ചേറെ ആൾക്കാരുടെ കാണാതെ പഠിക്കുന്നു, പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ആ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ആരെ കിട്ടിയാൽ ഈ ഫോർമുലയിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫോറിയർ സീരീസ് നമ്മൾ ചെയ്ത പോലെ എഫ് എക്സിനെ പിന്നെ അങ്ങ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, നമ്മൾ റെഡിയാക്കുന്നു. അതേ ഒരു പ്രോസസ്സാണ് ഫോറിയർ ട്രാൻസ്ഫോമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ, ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇ റേസ് ടു ഐ തീറ്റയുടെ എക്സ്പാൻഷനും ഒക്കെ അറിയണം. ഇപ്പം ഇ റേസ് ടു ഐ ഒമേഗ എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റ, ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്? കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ്. ഇതാണ് ഇ റേസ് ടു ഐ ഒമേഗ എക്സ്. ഇവിടെ മൈനസ് വന്നാലോ ഈ പ്ലസ് മാറി മൈനസ് ആവും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനിയും നമ്മൾക്ക് ഈവൻ ഫംഗ്ഷൻസും ഓഡ് ഫംഗ്ഷൻസും ഒക്കെ അറിയാം അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണമൊക്കെ ഉണ്ട്. ഇന്റഗ്രൽ മൈനസ് എന്തെങ്കിലും മൈനസ് എ ടു എ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസാണ്. ഫംഗ്ഷൻ ഓടാണെങ്കിൽ ഇപ്പോൾ ഡി എക്സ്, ഫംഗ്ഷൻ ഓടാണെങ്കിൽ ഇത് 0 ചെയ്യേ വേണ്ട. ഈവൻ ആണെങ്കിൽ എളുപ്പമുണ്ട്, 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫോറിയർ സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ പഠിച്ചതാണ്. ഇനിയും വേറെ ഒരു അത്യാവശ്യ ഫോർമുല ഇൻ്റഗ്രേഷൻ, അതും കഴിഞ്ഞ സെമസ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചതാണ്. നമ്മൾ പഠിച്ച ഇങ്ങനൊരു ഫോർമുല ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ എനിവേ എ ടു ബിയോ എന്തെങ്കിലും ആട്ടെ, എ ടു ബി ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ എ ടു ബി ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ്. ഇത് നമ്മൾ ഫോറിയർ സീരീസിൽ ഇ റേസ് ടു വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ഫോർമുലാസ് ആണ്. ഇതെന്തായിരുന്നു? ഇതെങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഇങ്ങനെ എ കോസ് ബി എക്സ്, കോസ് ആയതുകൊണ്ട് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ ഫോർമുലയോ എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം. ആൽഫ ടു ബീറ്റ എന്തെങ്കിലും, അതൊന്നുമല്ല, ആൽഫ ടു ബീറ്റ. ഇവിടെ അപ്പം എന്തായിരിക്കും? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു, ഇങ്ങോട്ട് വരുമ്പോൾ എ സൈൻ അല്ലേ, എ സൈൻ ബി എക്സ്, സൈൻ ആയതുകൊണ്ട് മൈനസ് ബി കോസ് ബി എക്സ്. അപ്പോൾ വീണ്ടും ലിമിറ്റ് ആൽഫ ടു ബീറ്റ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തൊരു എളുപ്പവഴിയുള്ള രണ്ട് ഫോർമുലാസുകളുണ്ട്. ഇതിനകത്തുനിന്ന് ഡെഡ്യൂസ് ചെയ്യുന്ന എളുപ്പവഴിയുള്ള രണ്ട് ഫോർമുലാസുകളുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അത് 0 ടു ഇൻഫിനിറ്റി തന്നെ ആവണം. ഇ റേസ് ടു മൈനസ് എക്സ്, ഇ റേസ് ടു മേളിൽ മൈനസ് തന്നെ വരണം, കോസ് ബി എക്സ്. ഇത് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം, അത്രയൊന്നും പോകണ്ട. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ബി എക്സിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ എ ഇ റേസ് ടുന്റെ മേളിലെ എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതേപോലെ തന്നെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് വരികയാണെങ്കിൽ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് സൈനിനകത്ത് കിടക്കുന്ന ആൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഇ റേസ് ടുവിനകത്ത് കിടക്കുന്ന ആൾ ന്യൂമറേറ്ററി വരും. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോർമുലാസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ഫോർമുല പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇത്രയും അറിയാമെങ്കിൽ, ഇതൊക്കെ അറിയാമെങ്കിൽ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ എളുപ്പമായി. ഓക്കെ, നമുക്കിനി ഫോർമുല പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. കാര്യമായ ഇന്റഗ്രേഷൻസ് ഒന്നും ഇവിടെ ഇല്ല.
പിന്നെ കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മാക്സിമം വന്നിരിക്കും. പക്ഷേ ഈ ഫോർമുല വഴി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ കൂടുതലും ഒരു 90% ക്വസ്റ്റ്യൻസിലും വരാറുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽസിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ ഫോറിയർ ഇൻ്റഗ്രൽസ് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാം. ഓക്കെ, ഫോറിയർ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിന്റെ ഫോർമുല ഇതാണ്. ഫോറിയർ സീരീസ് പോലെ തന്നെയാണ് ഫോറിയർ ഇൻ്റഗ്രൽ. അവിടെ സിഗ്മ ആയിരുന്നു, ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ്, അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ഫോറിയർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a omega cos omega x plus b omega sin omega x dx. dx വരത്തില്ല, d omega വരും. സോറി, d omega. കാരണം ഒമേഗയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒമേഗയ്ക്ക് ലിമിറ്റ് കൊടുത്താലേ പിന്നെ എക്സ് അവശേഷിക്കത്തുള്ളൂ. കാരണം കിട്ടുന്ന ആൻസർ എക്സ് അല്ല. ഓക്കെ, d omega. അപ്പൊ ഇതാണ് ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുല. പണ്ട് ഫോറിയർ സീരീസ് പഠിച്ചായിരുന്നു. a0/2 പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn. ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. അവിടെ സീരീസ്, ഇവിടെ കണ്ടിന്യൂസ് കേസിൽ ഇവിടെ ഇന്റഗ്രൽ ആണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി എ ഒമേഗയും ബി ഒമേഗയും കോൺസ്റ്റന്റ് ആണ്, അത് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഫോർമുലയുണ്ട്. അവിടെ പഠിച്ച പോലെ എ ഒമേഗ ഇസ് ഈക്വൽ ടു, ഫോർമുല ഇസ് 1/π ഇന്റഗ്രൽ -∞ to infinity. തന്നിട്ടുള്ള ക്വസ്റ്റ്യനും കോസ് ഒമേഗ എക്സ്, കിട്ടുന്ന ഒമേഗ അല്ല അല്ലേ, സോ ഡി എക്സ്. സോ ബി ഒമേഗയുടെ ഫോർമുലയോ 1/π ഇന്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ്. ഇവിടെ ആൻസർ ഒമേഗ അല്ല, സോ ഡി എക്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റിലെ ഫോർമുല എഴുതുക, 1 മാർക്കായി. എന്നിട്ട് എ ഒമേഗയുടെ ഫോർമുല എഴുതുക, എന്നിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇട്ട് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ കിട്ടും. ദെൻ ബി ഒമേഗ കണ്ടുപിടിക്കുന്നു, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇവിടെ കയറ്റി വെക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ആൻസർ കിട്ടും. അവിടേക്കാണ് മുമ്പ് ആദ്യം പറഞ്ഞ ഫോർമുലാസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ. ഇവിടേക്കാണ് നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് വളരെ a/a² + b² എന്നും b/a² + b² എന്നും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ആൻസർ കിട്ടാനാണ് ഞാൻ ആദ്യ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുല. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചതൊക്കെ ചെയ്തു നോക്കണം. ഒത്തിരി പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് e⁻kx ഒക്കെ, e⁻−kx ഉം e+kx ഒക്കെ ഫോറിയർ ഇന്റഗ്രൽ. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് mod x less than 1 and 0 otherwise, അല്ലെങ്കിൽ അതർവൈസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്ത് പഠിക്കണം. നമ്മുടെ ക്ലാസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എടുത്ത് നോക്കി പഠിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക, ഇത്രയേ ഉള്ളൂ. ഈ 3 ഫോർമുല, ഇത് മെയിൻ ഫോർമുല, ഇത് അതിൻ്റെ സബ് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുലാസ്. ഇത്രയും എന്നാൽ ഫോറിയർ ഇന്റഗ്രലിൽ നിന്ന് മാർക്ക് ഉറപ്പിച്ചു. ഇത് മതി ഫോറിയർ ഇന്റഗ്രലിൽ നിന്ന് കിട്ടാൻ. പിന്നെ ഈ ഇന്റഗ്രേഷനാണ്, അതിന് ഞാൻ കുറച്ച് എളുപ്പവഴികളൊക്കെ മുമ്പേ പറഞ്ഞു തന്നു. ആ ഫോർമുലാസിന്റെ ആപ്ലിക്കേഷൻസേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്ത പ്രോബ്ലം മാത്രം മതി, നമുക്ക് ഫോറിയർ ഇന്റഗ്രൽ കിട്ടാം. ഇനി നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് പോകണം. ഇനി നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ച ഓർമ്മയുണ്ടോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെ എഫ് ഓഫ് ടി എങ്ങനെയായിരുന്നു ചെയ്തേ? ഇന്റഗ്രൽ 0 to infinity, അതാണ് ലിമിറ്റ്, e⁻−s(x) എന്തെങ്കിലും എസ് ടി എന്നാണ് അവിടെ പഠിപ്പിച്ചേ, എഫ് ഓഫ് എക്സ്. അപ്പോൾ കിട്ടുന്ന ആൻസർ എപ്പോഴും എസ്സിലായതുകൊണ്ട് ഡി എക്സ്. ഓക്കെ, ഇത് കിട്ടുന്ന ആൻസർ ഫംഗ്ഷൻ ഓഫ് എസ്സിലായിരുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഏതൊരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടിയാൽ. അപ്പോൾ ഇൻവേഴ്സ് കിട്ടി അതിനനുസരിച്ച് ചെയ്യാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എസിന് വരെ ഒമേഗ എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ വരും എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എസ് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഒമേഗയാണ് നോർമലി ഉപയോഗിക്കുന്നത്. ആംഗുലർ വെലോസിറ്റിയുടെ ഒക്കെ കൺസെപ്റ്റിലൊക്കെ വരുമ്പോൾ വളരെ ഒമേഗയാണ് നല്ലത്. എനിവേ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അത് എങ്ങനെ കിട്ടും എന്നറിയാമോ? ഫോറിയർ ട്രാൻസ്ഫോമിന് ഇവിടെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരാം. 0 to infinity അല്ല, -∞ to infinity ആണ്. ഓക്കെ, e⁻−sx വരാം, e⁻−i⁻x കോംപ്ലക്സ് ആയി.
ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ്, പിന്നെ മറ്റേ എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെ. അപ്പോൾ കിട്ടുന്ന ആൻസർ എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്, 1/√2π. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ, ലാപ്ലേസ്. പക്ഷെ ലാപ്ലേസിന്റെ ഫോർമുല ഇതാണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ കുറച്ചേറെ ആൾക്കാരുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു വെച്ചു, അത് ഉപയോഗിച്ച് ചെയ്ത് പോയി. പക്ഷെ ഫൊറിയറിൽ അങ്ങനെ നടക്കത്തില്ല. ഈ ഫോർമുലയാണ് ഇതിന്റെ ബേസ്. ലാപ്ലേസിൽ ഈ ഫോർമുല ആയിരുന്നു ബേസ്, പക്ഷെ ഇത് വെച്ചിട്ടല്ല നമ്മൾ കുറച്ചേറെ ആൾക്കാരുടെ കാണാതെ പഠിച്ച് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഫൊറിയറിൽ പക്ഷെ കാണാതെ പഠിത്തൊന്നും നടക്കൂല. നിങ്ങൾ ഈ പറയുന്ന ഈ ഫോർമുല വെച്ചിട്ട് തന്നെ ചെയ്തേ പറ്റും. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഉറപ്പായിട്ടും ഫൊറിയർ ട്രാൻസ്ഫോം ഇതാണെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയറും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എഫ് എക്സ് ആൻസർ കിട്ടും. എഫ് എക്സ് ഇതിനകത്തും കയറും, എഫ് ഒമേഗ ഇവിടെയും വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്ത് വരും? 1/√2π. ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നോക്കണം. ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗയ്ക്ക് പകരം പ്ലസ് ഐ ഒമേഗ എക്സ് ആയിരിക്കും. ഇവിടെ ആര് വരും? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇങ്ങനെ ചാടി പുറത്ത് വന്നല്ലേ, അപ്പൊ അകത്ത് വരുന്നത് ക്യാപിറ്റൽ എഫ് ഒമേഗ. ഓക്കെ, ആൻസർ എക്സ് ആണ്. സോ ഡി ഒമേഗ. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇത് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല, ഇത് പഠിച്ചാൽ മതി. അതതിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ, ഇനിയും ഫൊറിയറിന്റെ പ്രത്യേകതകൾ ലാപ്ലേസിലുള്ളതുപോലെ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. എന്താ ലീനിയാരിറ്റി പ്രോപ്പർട്ടി? എന്തായിരിക്കും ലീനിയാരിറ്റി പ്രോപ്പർട്ടി? അപ്പം ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് ചെയ്യണമെങ്കിൽ ലാപ്ലേസ് ചെയ്ത പോലെ എഴുത്ത് വലികളാണ്. എ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇവിടെയും ബി. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ, അതാണ് ലീനിയാരിറ്റി. ബി ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ഈ പ്രോപ്പർട്ടി ലാപ്ലേസിലുള്ള പോലെ തന്നെ ഫൊറിയറിലും ഉണ്ട്. ഇനി എന്താണ്? ഇനി എക്സ്ട്രാ പ്രോപ്പർട്ടി വേണം അല്ലേ, ഡെറിവേറ്റീവ്സിന്റെ. ഓക്കെ, ഡെറിവേറ്റീവ്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇപ്പോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് അറിയാമെന്ന് വെച്ചോ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അറിയാമെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഐ ഒമേഗ വെളി വരും, ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് എക്സ് ഐ ഒമേഗ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പൊ ഡെറിവേറ്റീവിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ റൂട്ട് ഫംഗ്ഷന്റെ കണ്ടുപിടിച്ചിട്ട് വെളിയിൽ ഐ ഒമേഗ ഇട്ടാൽ മതി. ഇപ്പൊ ഇത് രണ്ട് ഡബിൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അത്രയും കൊണ്ട് ചെയ്യേണ്ട, സെയിം ചെയ്താൽ മതി. ഇവിടെ അപ്പൊ സ്ക്വയർ വരും. ട്രിപ്പിൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടെ ക്യൂബ് വരും. അപ്പൊ നമുക്ക് ജനറലി പറയാം, എന്ത് ഡെറിവേറ്റീവ് വരുവാണെങ്കിൽ ഇവിടെ എന്ത് ഡെറിവേറ്റീവ് ഐ ഒമേഗ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം. ഇങ്ങനെയും ഒരു ഫോർമുല, ഒരു പ്രോപ്പർട്ടി ഫൊറിയർ ട്രാൻസ്ഫോമിന് ഉണ്ട്. അപ്പൊ പ്രോപ്പർട്ടി എല്ലാം അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ ഫോർമുല ഒന്ന് പൊളിച്ചെടുക്കാൻ പോവാണേ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിൽ നിന്ന് പൊളിച്ചെടുക്കാൻ പോവാ. സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഈ ഫോർമുല നല്ല പരിചയമുണ്ടല്ലോ, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ്. ഞാൻ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ദാറ്റ് ഈസ് കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സും എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സും അങ്ങനെ രീതിയിലേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തേതാം. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഈവൻ ആകുമ്പോഴും ഓഡ് ആകുമ്പോഴും ഈ ഇന്റഗ്രേഷനിൽ ഒരാളെ കാണാൻ പറ്റും. ഇപ്പൊ ഫംഗ്ഷൻ ഈവൻ ആണെന്ന് വെച്ചോ, ചിലപ്പം ഈ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇതിപ്പം ഈവൻ ആണ്, പ്ലസ് സൈൻ കൊടുക്കാം. ഇത് ഓൾറെഡി നമുക്കറിയാം കോസ് ഈസ് ഈവൻ സൈൻ ഈസ് ഓഡ്. അപ്പം നോക്കി, ഈ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇതുകൂടെ നോക്കുമ്പോൾ ഈവൻ ആവും, ഇതുകൂടെ നോക്കുമ്പോൾ ഓഡ് ആവും. അപ്പോൾ ഈ ഭാഗം ക്യാൻസൽ ആവും. അപ്പം വേറെ ഒരു പ്രത്യേകത, പിന്നെ ഇവിടെ 2 × 0 ചെയ്താൽ മതി. ഇവിടെ 2 എടുത്തിട്ട് 0 ചെയ്താൽ മതി. അപ്പൊ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇത് കോസേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ഇവിടെ സൈനേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പുതിയ രണ്ട് ട്രാൻസ്ഫോം, പുതിയതല്ല, ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും
ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പം നിങ്ങൾ തന്നെ നോക്കി, ഈവനോ ഓടോ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരാവും? 0 ആവും. അപ്പോൾ ഇവിടെ ആരാവും? 2 വരും അല്ലേ? അപ്പോൾ 2ഉം റൂട്ടൂടെ വെട്ടുമ്പോൾ നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്, ഇവിടെ വരുന്നത് √2/π എന്നാവും. അപ്പം അങ്ങനെയുള്ള കോൺസ്റ്റന്റിൽ വ്യത്യാസം, അതെങ്ങനെയാണ് വന്നതെന്ന് കണ്ടല്ലോ, കോൺസ്റ്റന്റിലെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഫോർമുല അറിയാമെങ്കിൽ വളരെ എളുപ്പമാണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് f(x) വരുമ്പോൾ എന്ത് വരത്തേ ഉള്ളൂ? √2/π ഇന്റഗ്രൽ 0 to ∞. ഇവിടെ -∞, ബേസ് ഫോർമുല -∞ to ∞. വരുമ്പോൾ 0 to ∞ f(x) cos ωx dx വരും. അപ്പോൾ ഫോറിയർ സൈൻ വരുമ്പോഴോ, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f(x) വരുമ്പോൾ ചെറിയ വ്യത്യാസം, √2/π ഇന്റഗ്രൽ 0 to ∞ f(x) sin ωx dx. ഇതാണ് ഫോറിയർ കൊസൈൻ്റെയും ഫോറിയർ സൈൻ്റെയും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രം ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കോംപ്ലക്സ് ഫോം ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കാം. ഫോറിയർ കൊസൈൻ എന്ന് പറയുമ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ഇനി അല്ലേ തന്നെ കാണുമ്പോൾ തന്നെ ചിലപ്പം നമുക്ക് മനസ്സിലാകും ഏത് ട്രാൻസ്ഫോം ഉപയോഗിക്കണം. അപ്പം നമുക്ക് ആ ഫോർമുല തരുമ്പോഴേ നമുക്ക് ആ തന്നിരിക്കുന്ന പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടിരിക്കുമ്പോൾ കോസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഫോറിയർ കോസൈൻ ഉപയോഗിച്ചാൽ മതി. പ്രൂവ് ദാറ്റ് അതിനകത്ത് സൈൻ മാത്രമേ ഉള്ളെങ്കിൽ ഫോറിയർ സൈൻ ഉപയോഗിച്ചാൽ മതി. രണ്ടും ഉണ്ടെങ്കിൽ ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ എളുപ്പമാണ്. ഫോർമുല പഠിക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് e⁻kx e⁻−kx, അതുപോലെ തന്നെ e⁻−mod(x). ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെറും mod(x) ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺസ്റ്റന്റ് k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് വേറെ വെറൈറ്റി ആയിട്ട് ഇമ്പോർട്ടന്റ് കുറച്ച് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. e⁻x²/2 ഫോറിയർ ട്രാൻസ്ഫോമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഫോറിയർ കൊസൈനിലേക്ക് ഇത് വന്നോളും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് e⁻x²/2. ഇവരുടെ കൂട്ടുള്ള കുറച്ച് പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇവരൊക്കെ സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ആണ്. സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്താൽ കിട്ടുന്ന ആൻസർ ഉറപ്പായിട്ട് എനിക്കിപ്പോൾ കാണാതെ ചെയ്യാതെ തന്നെ പറയാൻ പറ്റും, e⁻ω²/2. കണ്ടോ, എന്ത് വ്യത്യാസമേ വന്നുള്ളൂ? എക്സ് കാണാത്ത ഒമേഗ കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഒരാളെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്താൽ, ഇപ്പം മോഡെക്സിനെ ചെയ്യുമ്പോൾ മോഡ് ഒമേഗ എന്നൊന്നും അല്ല ആൻസർ കിട്ടുന്നത്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ സെൽഫ് റെസിപ്രോക്കൽ ആയിരുന്നു. അതെന്തും അല്ല. e⁻kx ചെല്ലുമ്പോൾ e⁻kω നല്ല കിട്ടുന്നത്. കിട്ടിയായിരുന്നെങ്കിൽ സെൽഫ് റെസിപ്രോക്കൽ ആയിരുന്നു. അപ്പോൾ ഇതൊന്നും സെൽഫ് റെസിപ്രോക്കൽ ഒന്നും അല്ല, പക്ഷെ ഇത് സെൽഫ് റെസിപ്രോക്കൽ ആണ്. ഇതിന്റെ ആൻസർ ഇങ്ങനെ. ഇതുപോലെ തന്നെ ഇതിന്റെ ആൻസർ ഒമേഗ ഇൻറ്റു e⁻−ω²/2 ആണ്. അപ്പോൾ കണ്ടേ, എക്സിന് സാധനം ഒമേഗയായി. അപ്പോൾ അതും സെൽഫ് റെസിപ്രോക്കലിന് എക്സാമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കേസ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ല, പക്ഷെ കേരള യൂണിവേഴ്സിറ്റിക്കൊക്കെ പണ്ട് ഇത് ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി ആയിരുന്ന സമയത്ത്. ഓക്കെ, നല്ല മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അന്ന്. നിങ്ങൾക്ക് മാക്സിമം 7 മാർക്കേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയില്ല, പക്ഷെ എനിവേ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ക്ലാസ്സിൽ ഞാൻ എഴുതിപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങളത് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പം ഇത് ഓർത്ത് വെച്ചോണം. ഈ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ പ്രോബ്ലംസും അതെല്ലാം ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്, അതെല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി ലാപ്ലേസിലെ കൺവല്യൂഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ലാപ്ലേസിലെ കൺവല്യൂഷൻ പഠിച്ചത്. ഇപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(x) ഇൻറ്റു g(x) ചുമ്മാ എഴുതിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(x) ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g(x) എന്ന് എഴുതി ആരെങ്കിലും ഓടിച്ചിട്ടടിക്കുക, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു f(t) ഇത് ഷിഫ്റ്റിംഗ് റൂളിൽ വരുന്നതല്ലേ. അല്ലാതെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t) എന്നൊക്കെ എഴുതിയാൽ ഓടിച്ചിട്ട് അടി വാങ്ങിക്കും. അപ്പം ലാപ്ലേസിന് അങ്ങനെ വരില്ല. പക്ഷേ ഇപ്പറയുന്ന ഇവിടെ വന്ന പ്രോഡക്റ്റ് കൺവല്യൂഷൻ ആയിരുന്നെങ്കിൽ, f*g ആയിരുന്നെങ്കിൽ ഈ പരിപാടി നടന്നേനെ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f*g കൺവല്യൂഷൻ f*g. അവിടെ ലാപ്ലേസ് കൺവല്യൂഷൻ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. f*g എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t
ഒരാൾക്ക് പകരം യു കൊടുക്കുന്നു, മറ്റേ ആൾക്ക് പകരം ടി മൈനസ് യു ഡി യു എഫ് സ്റ്റാർ ജി. ഓക്കെ, അല്ലെങ്കിൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. അവിടെ ടി ആകുമ്പോൾ ടി ഓട്ടോമാറ്റിക്കലി ആയിക്കോളും, പേടിക്കണ്ട. അതായിരുന്നു ലാപ്ലേസിൽ. ഇവിടെയും ഫൊറിയറിലും ഇതേ പ്രോപ്പർട്ടി ഉണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു ഒരു ചെറിയ സംഭവം, ഒരു റൂട്ട് ഓഫ് 2π കൂടെ വരും. അത് ഓർത്തോണം. ലാപ്ലേസിൽ അങ്ങനെയൊന്നുമില്ല. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫും ഇൻറ്റു സാധാ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഇങ്ങനെ ഫൊറിയറിൽ ലാപ്ലേസിലുള്ള പോലെ തന്നെ ഉണ്ട്. ലാപ്ലേസിലുള്ള പോലെ തന്നെ ഫൊറിയറിലും ഉണ്ട്. അപ്പം പക്ഷേ കൺവല്യൂഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു എക്സ്ട്രാ സാധനം കണ്ടല്ലോ, റൂട്ട് ഓഫ് 2π. അപ്പം കൺവല്യൂഷൻ്റെ കേസ് ഇതാണ്, നോക്കി വെക്കുക. രണ്ടുപേരുടെയും കൺവല്യൂഷനിൽ ഫൊറിയർ ട്രാൻസ്ഫോമിന് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൊറിയർ ഇൻവേഴ്സ് എഫ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം അതെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ചെയ്യണമെങ്കിൽ 1/√2π ഇൻറ്റു എന്ത് ചെയ്താൽ മതി, പിന്നെ എഫ് സ്റ്റാർ ജി കൂടെ ചെയ്താൽ മതി. ഇത് ചെയ്യാൻ നമുക്കറിയാം ഫോർമുല. ഓക്കെ, അവിടെ പക്ഷേ 0 to ഇൻഫിനിറ്റി ആയിരിക്കില്ല, -∞ to ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് കൺവല്യൂഷൻ്റെ കേസ്. അത്ര ഡീപ്പായിട്ട് പോകണ്ട, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇനി വേണ്ടത് നിങ്ങൾക്കുള്ള ഒരു പണിയാണ്. ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യാൻ എന്താ പറഞ്ഞത്, ഒരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഒരു i ഒമേഗ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. ഇങ്ങനെ ഞാനൊരു ഫോർമുല മുമ്പേ പറഞ്ഞു. ഇതേപോലെ തന്നെ രണ്ട് ഫോർമുല സൈനും കോസിനും ഉണ്ട്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്, ഇതെന്തോ വരുന്നതെന്നറിയോ, ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എടുത്താൽ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിലേക്ക് മാറും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഫോർമുലയിലോട്ട് ഈ എഫ് ഡാഷ് എക്സ് ഇട്ടിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ആൻസർ പക്ഷേ നിങ്ങൾ ഞെട്ടരുത്, ഒമേഗ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആവും. ഒരു സാധനം ഇവിടെ വരും, -√2π ഇൻറ്റു സാധാ എഫ് ഓഫ് 0. ഇതുപോലെ തന്നെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ചെയ്യുമ്പോൾ -ω ഇൻറ്റു ഫൊറിയർ കൊസൈൻ, ഇവിടെ സൈൻ ആവുമ്പോൾ കുറേ കൊസൈൻ ആവും ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നും വരില്ല. അപ്പോൾ ഈ രണ്ട് ഫോർമുല ഇത് നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, ജസ്റ്റ് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇപ്പം ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഫൊറിയർ കൊസൈൻ്റെ ഫോർമുല എന്താ, ഇപ്പോൾ ഫൊറിയർ കൊസൈൻ ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കിയേ, ഇത് നോക്കിയേ, ഇത് ഫോർമുല ഇപ്പോൾ എന്തായിരിക്കും, ഇൻ്റഗ്രൽ √2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ഇവിടെ തന്നിരിക്കുന്ന ആരാ, എഫ് ഡാഷ് എക്സ് അല്ലേ, എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഫൊറിയർ കൊസൈൻ അല്ലേ, കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇത് ചെയ്താൽ മതി. ഇത് പക്ഷേ എന്ത് ചെയ്യണം, യു വി ഫോർമുല ചെയ്യണം. ഇത് യു വി ഫോർമുല ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ടേം ഇതിനെ സെക്കൻഡ് ടേം ആക്കി ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എഫ് ഓഫ് എക്സ് ആവില്ലേ. അപ്പോൾ ഇതെങ്ങനെയാ, √2π ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഫ് ഡാഷിൻ്റെ ഇൻ്റഗ്രൽ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കണം അല്ലേ, 0 to ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കോസിൻ്റെ മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ, അപ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിക്കളയല്ല, അപ്പോൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കി ഈ ഭാഗം മാത്രം നോക്കി, ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആയോ, കണ്ടോ. അപ്പോൾ ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും കിട്ടിക്കോളും, ഒരു പ്രശ്നമില്ല, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇച്ചിരൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കുക. ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസൊക്കെ കുറച്ച് ടേബിളിൽ ഫോർമുലയും അതിൻ്റെ ആൻസറും, അത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൂടെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതമായിട്ട് നല്ല പരിപാടി. ചെയ്ത് നോക്കിയിട്ട് ആൻസറൂടെ വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫൊറിയർ ട്രാൻസ്ഫോമിൽ. അപ്പം ഫൊറിയർ ഈ 5th മൊഡ്യൂളിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഫൊറിയർ ഇൻ്റഗ്രലും ഫൊറിയർ ട്രാൻസ്ഫോമും.
ഫൊറിയർ ഇൻ്റഗ്രൽ ഒരു കൊച്ചു ടോപ്പിക്കാണ്. എന്തായാലും അതിനകത്തൊന്നും ഒരു 7 മാർക്കും ഒരു 3 മാർക്കും ഉണ്ടാവും, 10 മാർക്ക്. ഫൊറിയർ ട്രാൻസ്ഫോം ഇച്ചിലൂടെ വൈഡൻ ഏരിയയാണ്, കാരണം അതിനകത്ത് കോംപ്ലക്സ് മൊത്തത്തിലുള്ളതുകൊണ്ട് ഹാഫ് റേഞ്ചും ഉണ്ട്. അത് ഹാഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൊറിയർ കൊസൈനും ഫൊറിയർ സൈനും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അതിനകത്തൊന്നും 10 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല ബുദ്ധിപരമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഇതെല്ലാം വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മൾ ക്ലാസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ട് ഞാൻ തരുന്ന ടേബിളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതിനകത്ത് ആൻസറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ പാർട്ടിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.